അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 7-ാം തീയതി നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കുന്നമംഗലം മഹലിലെ ജനകീയ പക്ഷം, സമസ്ത ജനകീയ പക്ഷം 15 സ്ഥാനാർത്ഥികളെ നിങ്ങളുടെ മുമ്പിലാണ് നിർത്തിയിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥികളും അവരെ തുണക്കുന്ന ജനകീയ പക്ഷവും ചേർന്ന് ഈ മഹലിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഏതാനും കാര്യങ്ങൾ ഈ സമിതി ഭരണത്തിൽ വന്നാൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു. അത് ഒരു പ്രകടന പത്രികയായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. സാമ്പത്തികമായ ഭദ്രതയാണ് കുന്നമംഗലം മഹലിൻ്റെ എന്നത്തെയും തലവേദന. ആ സാമ്പത്തികമായ സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്നതിന് വേണ്ടി കുന്നമംഗലം ഇസ്ലാമിക് സെൻറ്റർ കണ്ടെത്തിയ സാമ്പത്തിക ഭദ്രത പോലെ തന്നെ മഹല്ല് പള്ളിയിലെ പരിപാലനത്തിനും പുതിയ പ്രായോഗികമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഞങ്ങൾ കണ്ടെത്തും. 2, മയ്യത്ത് പരിപാലനം. മഹലിന് കീഴിൽ വെച്ച് തന്നെ മയ്യത്ത് കുളിപ്പിക്കലും പരിപാലനം ചെയ്യാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തും. കൂടാതെ മയ്യത്ത് മറവ് ചെയ്യുന്നതിന് പള്ളി വക ഈടാക്കുന്ന തുക പൂർണ്ണമായും സൗജന്യമായി നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പെരുന്നാൾ പണം. വർഷത്തിൽ ഭരണസമിതി നിർബന്ധമായി പിരിച്ചുകൊണ്ടിരിക്കുന്ന പെരുന്നാൾ പണം പൂർണ്ണമായും നിർത്തലാക്കും. അതിന് ബദൽ സംവിധാനം ഈ ഭരണസമിതി നിലവിൽ വന്നാൽ കൊണ്ടുവരും. 4, റിലീഫ് പ്രവർത്തനം. അടിയന്തര ഘട്ടത്തിലുള്ള ധനസഹായത്തിനും പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിനും കമ്മിറ്റിയുടെ കീഴിൽ ഒരു റിലീഫ് കമ്മിറ്റി പ്രവർത്തിക്കും. പള്ളി ദർസും ഇസ്ലാമിക വിദ്യാഭ്യാസവും. മഹലിന് കീഴിൽ നാട്ടിൽ നടന്നുവരുന്ന ദർസ് മുത്താലിമുകളെ കൂടുതൽ ഉൾപ്പെടുത്തി വിപുലീകരിക്കുകയും ഒരു ഹിഫ്ദ് കോളേജ് തുടങ്ങുന്നതിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഗ്രാൻഡ്. മഹലിന് കീഴിലുള്ള സ്ഥലങ്ങളായ ചാത്തങ്കാവ്, വരിട്ടിയാക്ക്, ആനപ്പാറ, ആക്കോളി, താളിക്കുണ്ട് എന്നിവിടങ്ങളിലെ ദീനി സ്ഥാപനങ്ങൾക്കും ഗ്രാൻഡ് നൽകുന്നതായിരിക്കും. ആത്മീയ മജ്ലിസ്, സ്വലാത്ത്, റാത്തിബ്, കുത്തുബിയത്ത് തുടങ്ങിയ ആത്മീയ മജ്ലിസുകൾ വിപുലമായി നടക്കും. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാന വിഷയങ്ങളൊന്നായിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്നത് മെമ്പർഷിപ്പാണ്. അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം ഞങ്ങൾ അറിയിക്കുകയാണ്. മെമ്പർഷിപ്പ് ഭരണഘടന അനുശാസിക്കുന്ന കുന്നമംഗലം മഹല്ല് പള്ളിയിൽ താമസിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന മുഴുവൻ പുരുഷന്മാർക്കും സമയബന്ധിതമായി തന്നെ മെമ്പർഷിപ്പ് ഞങ്ങൾ നൽകിയിരിക്കും. ഖബർസ്ഥാനിൻ്റെ ഇപ്പോഴത്തെ പരിസ്ഥിതി സ്ഥലപരിമിതി പരിഹരിക്കുന്നതിന് വേണ്ടി ഖബർസ്ഥാനിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം വാങ്ങിക്കാനുള്ള നടപടിയും സ്വീകരിക്കും. മഹല്ലൈക്യം. സമസ്ത വർഷത്തിൻ്റെ പ്രഥമ പരിഗണന ഈ ഭരണസമിതി നിലവിൽ വന്നാൽ മഹല്ല ഐക്യത്തിനായിരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു 2 ലോകത്തും തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. മുകളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സമസ്തപക്ഷം ഭരണത്തിൽ വന്നാൽ നടപ്പിൽ വരുത്തുമെന്ന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പു നൽകുന്നതോടൊപ്പം അതിനുവേണ്ടി ജനകീയ സമസ്തപക്ഷം അണിനിരത്തിയ സ്ഥാനാർത്ഥികൾ 16 മുതൽ 30 വരെയുള്ള സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.